ഓണൊക്കെ ആയതുകൊണ്ട് പെരൊക്കെ പൂട്ടിക്കാണ്ട് ടൂർ പോലും വിരുന്ന് പോലും ഇതിന്റെ ഒക്കെ തിരക്കിലേക്കാരം. എന്നാ നിങ്ങള് കേട്ടക്കണ, ഈ ഓണം ആവുമ്പോൾ പെരൊക്കെ പൂട്ടി പോകുമ്പോ കള്ളന്മാരൊരു സമയാണ്. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോ അയൽവാസികളൊക്കെ ഏൽപ്പിച്ച് പോലാണ്. ഇപ്പൊ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏതുണ്ടായിട്ടെത്താ, കുത്തി തുറന്നാണ് കൊണ്ടുപോവല്ലേ മുഖം മൂടിയിട്ട് കണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേരള പോലീസ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്തെന്നപ്പോ അത് കുറെ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഓണും കാര്യങ്ങളും അതിന്റെ ഒച്ചപ്പാടൊക്കെ ആവുമ്പോ പെരന്റെ അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. കൊല്ലത്തിലുണ്ടാവുന്ന ഒരു ആഘോഷമല്ല, അതിപ്പോ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് പെര പൂട്ടിക്കാണ്ട് പുറത്തു പോകുമ്പോ പല ചിന്തകളാണ്. ഗ്യാസ് പൂട്ടിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതേമാതിരി ലൈറ്റ് ഓഫാക്കിക്കണം, ഫാൻ ഓഫാക്കിക്കണം. അതൊന്നും വലിയ നഷ്ടമുള്ള കാര്യമില്ല. ഗ്യാസ് ഓഫാക്കാഞ്ഞാൽ നഷ്ടം തന്നെ കേട്ടാ. പക്ഷെ പെരന്റെ ഔത്തത്തെ മുതൽ പോയാല് സഹിച്ചാൻ കജൂല. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ മക്കളെ, പേര പൂട്ടി പുറത്തു പോകുമ്പോ ആ കാര്യങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് അയൽവാസികളൊന്നുമല്ല, പോലീസിനെയാണ് ആദ്യം അറിയിക്കേണ്ടി. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ. ഈ സൗകര്യം വിനിയോഗിക്കണം എന്നാണ് പറഞ്ഞത്. വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മക്കളെ, ഇത് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പരമാവധി 14 ദിവസം വരെ വീടും പരിസരവും ഒക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കുന്നു. നിങ്ങൾ യാത്ര പോണ ദിവസം ഉണ്ടെങ്കിൽ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷന്, വീട്ടുപേര്, വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേര്, ഫോൺ നമ്പർ എന്നിവയൊക്കെ ആപ്പിലാണ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആപ്പിലുണ്ട്. അപ്പൊ മക്കളെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെരും പൂട്ടി നിങ്ങൾ വിരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ഞത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു ആവശ്യമില്ല. ഈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിന് മട്ടത്തിലൊക്കെ ചെയ്തുകൂടി. അപ്പൊ ഇതുപോലെ നുറുങ്ങ് കാര്യങ്ങളുമായി പാത്തു ഇനി നിങ്ങളെ മുന്നിൽ തന്നെ വരും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എന്നെ നോക്കിക്കാളി, താഴെ കമന്റ് ആയിട്ട് ഇട്ടോളി, ലൈക്ക് അടിച്ചോളി, ഷെയറും ചെയ്തോളി.